കരാറുകളൊക്കെ വലിച്ചു കീറി ഇറാൻ. ഇനിയാണ് യുദ്ധം. അമേരിക്കയുടെ തന്ത്രം പോയ തന്ത്രം എന്താ അറിയും? എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമേ വീഡിയോ കാണാവൂ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോ അങ്ങോട്ട് കയറട്ടെ. ഏതാ ഇഷ്ടപ്പെട്ടവർ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതെന്താ കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ സത്യസന്ധമായ ന്യൂസ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം വിളിച്ച് പറയുന്ന ചാനലാണ്. ഏതാ എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യത്തിലേക്ക് എടുക്കാം. ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അമേരിക്കയെ നമുക്ക് കാണുന്നത് 80 മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് അടിച്ചു, 85 തിരിച്ചടിച്ചു. പക്ഷെ എന്നാൽ രാത്രി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണം നടന്നിട്ടുണ്ട് അല്ലേ? ഏറെ കുറെ 95% അയൺ ഡോമുകളും സംവിധാനങ്ങളും ഇറാന്റെ സംവിധാനങ്ങളും അത് തകർത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ശതമാനം സിവിൽസിനെ മേലേക്ക് വെക്കുകയും സിവിൽസ് ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും 8ഓളം പട്ടാൾക്കാർ മരണപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കാം. അതിശക്തമായ അക്രമം ഇനി അങ്ങോട്ട് നിമിഷങ്ങൾ ഉണ്ടാവാം. ഏത് നിമിഷം എന്തും സംഭവിക്കാം. അമേരിക്കയെ പാഠം പഠിപ്പിക്കുന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് അതുപോലെ തന്നെ ട്രംപിനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ മനസ്സിലാക്കണം, ഈ അമേരിക്കൻ ബുദ്ധി പോയ പോക്കെന്താ അറിയും? അവിടെ എന്താ പറയുക, ഗമേനിയുടെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ആ സമയത്ത് ഈ ഹോർമോസിന്റെ സൈഡ് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ ഒന്നും ചെയ്യില്ല എന്നൊരു ധാരണ ആയിരുന്നു അമേരിക്കക്കുള്ളത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചോളം 10 കണ്ണുമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇറാൻ. കാരണം ഇറാന്റെ സംവിധാനത്തിന് മുമ്പിൽ നോക്കുകുത്തിയായി നിൽക്കാൻ അമേരിക്കയെ പറ്റും. മനസ്സിലാക്കാൻ കാരണം ഹോർമോസ് കടലുമായി ബന്ധപ്പെട്ടിട്ട് എബ്രഹാം ലിങ്കൻ അടക്കമുള്ള 20ഓളം കപ്പലുകൾ ഇപ്പം എന്താ അറിയോ ഇറാനെ നേരേക്ക് വരിക. ഇറാൻ പരിസരത്ത് എത്തിയ സമയത്ത് ഇറാൻ പറഞ്ഞു പോയിക്കോളി, ഒരൊറ്റ പട്ടാൾക്കാരുണ്ടാവില്ല. ആ സ്പോട്ടിൽ 20 കപ്പലും തിരിച്ചു പോകുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏത് നിമിഷവും എബ്രഹാം ലിങ്കനും അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പാവപ്പെട്ട നിരപരാധികളെ മരിക്കുന്നതും കൊണ്ട് എന്ത് കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു ബോധവും ഈ അമേരിക്കയ്ക്കില്ല. ഇറാനെ സംബന്ധിച്ച് ഓലപ്പ് പിടിച്ചു നിന്നേ പറ്റൂ. ഒരു ശക്തമായി തിരിച്ചടിക്കും. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണം. താങ്ക് യു വെരി മച്ച്.